ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ. ഈ കോടതിയിൽ ഹാജരാക്കൽ ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് ഇപ്പോൾ SIT അവിടെ പൂർത്തിയാക്കി വരുന്ന നടപടികൾ? ഷഫീദ്. ഉന്മേഷ, സ്വാഭാവികമായും SIT സംബന്ധിച്ച് ഒരു അസാധാരണ നീക്കം, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു പത്മകുമാറിന്റെ അറസ്റ്റ്. പ്രത്യേകിച്ച് വീഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷം അടുത്ത ഘട്ടങ്ങളിൽ അറസ്റ്റ് എന്ന രീതിയിലേക്കായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പകരം SIT അവർ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുകയും പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പലരെയും ചോദ്യം ചെയ്ത ഘട്ടങ്ങളിലൊക്കെ പത്മകുമാറിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളിൽ ധാരണയുണ്ടായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ എന്ന തരത്തിലേക്കൊക്കെ ചില സൂചനകളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊന്നും ഒന്ന് അന്വേഷണ സംഘം ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടക്കുന്നതിലേക്ക് പോകും എന്ന് നമ്മൾ കരുതിയതല്ല. പക്ഷേ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ കൃത്യമായി ഉറപ്പിക്കുന്ന ഒരു 4-5 ഫാക്ടേഴ്സ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് കൊടുത്തുവിടുന്ന കാര്യത്തിന് ആദ്യ ഇനിഷ്യേറ്റീവ് എടുത്തത് ദേവസ്വം ബോർഡാണ് എന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങൾ അത് അന്വേഷണ സംഘം ശേഖരിച്ചു എന്നുള്ളതാണ് സൂചനകൾ. അതായത് അത് കേവലം ഉദ്യോഗസ്ഥ ആസൂത്രണമോ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയോ മാത്രമല്ല, പകരം അതൊരു ദേവസ്വം ഭാരവാഹികൾ അവരിലേക്ക് സംശയം നീളുന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാം. കാരണം അങ്ങനെ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കാം ഒരു പക്ഷേ ഈ SIT പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അറസ്റ്റിലേക്ക് കടക്കുന്നു. ഇത് രണ്ടാമത്തെ ഇക്കാര്യത്തിലെ ഫാക്ടർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം, അടുപ്പം. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെയും പുറത്തേക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷെ ആ ഉത്തരം SITക്ക് കിട്ടിയിട്ടുണ്ട്. ആ SITക്ക് ആ ഉത്തരം കിട്ടിയതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ നിലവിൽ പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇനി മൂന്നാമത്തെ ഇക്കാര്യത്തിലെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ ദേവസ്വം ബോർഡ് യോഗങ്ങൾ, അതേപോലെ ഉദ്യോഗസ്ഥരുടെ കത്തുകൾ, ഇത് ഉദ്യോഗസ്ഥർ അറിഞ്ഞു മാത്രമല്ല, പകരം ദേവസ്വം ഭാരവാഹികളും അക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന സൂചന തരുന്നതാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം, അത് മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പത്മകുമാറിൽ മാത്രം ഇത് ഒതുങ്ങും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം SITക്ക് അത്രമാത്രം തെളിവ് ഇക്കാര്യത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. അത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബാങ്ക് ട്രാൻസാക്ഷനുകളോ മണി ട്രാൻസാക്ഷനുകളോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അത് പുറത്തേക്ക് പോയതിൽ, പുറത്തത് കച്ചവടം ചെയ്തതിൽ, അത് അക്കാര്യങ്ങളിലൊക്കെ ദേവസ്വം ഭാരവാഹികൾക്ക് അറിവും ധാരണയും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് പത്മകുമാറിന്റെ അറസ്റ്റ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ പല ഫാക്ടേഴ്സ് നമുക്ക് ഈ വിഷയത്തിൽ കൂട്ടി വായിക്കാനോ അതല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കാനോ കഴിയും. ഇനി ഇക്കാര്യത്തിൽ SITയുടെ തുടർ നീക്കങ്ങൾ, റിമാൻഡ് റിപ്പോർട്ടിൽ എന്തു പറയും, അതേപോലെ അറസ്റ്റ് റിപ്പോർട്ടിൽ എന്ത് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ മൊമെന്റിൽ ഇതുവരെയും പത്മകുമാർ പുറത്തേക്ക് കാണിച്ച കോൺഫിഡൻസ് പോലെ ഉദ്യോഗസ്ഥ വീഴ്ചയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മിനിറ്റ്സുകളോ അതല്ലെങ്കിൽ കത്തുകളോ കൊണ്ടുള്ള ഒരു നീക്കമാണ് നമുക്ക് പറയാൻ കഴിയില്ല. SITയുടെ 5ാം ഘട്ടം അന്വേഷണം അത് നിർണായകമാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊളിറ്റിക്കൽ കേന്ദ്രങ്ങളിൽ നെഞ്ചിരിപ്പുണ്ടാക്കുന്ന നീക്കങ്ങളിലേക്ക് SP ശശിധരൻ കടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ അറസ്റ്റിൽ നിന്ന് കരുതാൻ കഴിയും. ഇതേതെങ്കിലും മുൻകൂർ പ്ലാൻ ചെയ്ത അറസ്റ്റല്ല. അതേസമയം ഇന്ന് നടന്ന മറ്റൊരു നിർണായക നീക്കം വാസുവിന്റെ കസ്റ്റഡിയായിരുന്നു. വാസുവിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു. സ്വാഭാവികമായും അവരോടും, അതായത് വാസുവിനോടും ഇതുമായി ബന്ധപ്പെട്ട ചില വിവരശേഖരണങ്ങൾ അന്വേഷണ സംഘം നടത്തി. അങ്ങനെ മുൻകൂട്ടി ചോദ്യം ചെയ്ത ക്വസ്റ്റ്യനെയറുകൾ, മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യനെയറുകൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുരാരി ബാബു മുതൽ അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ വാസുവിൽ എത്തി നിൽക്കുന്ന ആ പ്രതിപട്ടികയിൽ, അറസ്റ്റ് ചെയ്തവരുടെ പട്ടികയിൽ അവർ നൽകിയിട്ടുള്ള മൊഴി അത് ഈ അറസ്റ്റിന് നിർണായകമായി എന്നുള്ള വിവരങ്ങൾ SITയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.